പൊരിയും മൈസൂറും കായും ഉണ്ടാ? മൈസൂറും കായില്ല, പൊരിയും. ഷെരീഫ് മൈസൂറും കായ ഉണ്ടാ? ഇല്ല മൈസൂറും കായല തീർന്നിന്. പൊരിയുണ്ടാ? പൊരിയല്ല തീർന്നിന്. ഞാൻ ചിന്തി നാളെ എന്റെ ഉപ്പുപ്പാന്റെ മൊയിലൂത് അങ്ങ് പൊരിയും മൈസൂറും കഴിയുമ്പോണോ ചെറുക്കത്തെ ഏത് ഷോപ്പിലില്ല. അവിടെ ബാക്കിൽ ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട്, അവിടെ ചിലപ്പോ ഉണ്ടാവും. ഇച്ചാ മൈസൂറും കായ ഉണ്ടാ? പൗത്തല്ല തീർന്നു, പച്ചയുണ്ട്. ഹോൾസെയിൽ ഷോപ്പിലില്ലേ? ചെറുക്കത്ത് നേടുന്നു നിനക്ക് മൈസൂറും കായും കിട്ടാല, പൊരിയും കിട്ടാല. എല്ലാരും ഒപ്പിച്ചാസ് കൊണ്ടേ നിനക്ക് അങ്ങനെ പാടുന്നുണ്ടെങ്കിൽ അവിടെ പോയി ചോദിച്ചു. റപ്പിച്ചാസ് പൊരിയും കായും കുന്നുകൂട്ടിയിട്ടുണ്ട്. റപ്പിച്ച അങ്ങ് കുറച്ച് പൊരിയും മൈസൂറും കായും തരോ? ഇതെനിക്കെന്നതേയില്ല, തരാൻ കഴിയാ. നിങ്ങൾക്ക് തരാൻ കഴിയല അല്ലെ? രാത്രി വന്നിട്ട് പൊക്കാനുണ്ട്. ഈ 2 മണിക്കോ ആളാ? കായിന്റെ ഒരു കോലയും ബാക്കിയില്ലാലോ. ഇതിലെന്തോ സംഭവം ഉണ്ട്, നോക്കിട്ട് തന്നെ കാര്യം. വെറുതെ അല്ല എല്ലാരും വന്നിട്ട് തിന്നുന്നെ. ഇവിടുത്തെ അവിൽ മിൽക്കും ചെറുമുറി എന്തോ ഒരു ടേസ്റ്റ് തന്നെ. ചെങ്ങൈമാരെ, റപ്പിച്ചാസ് ചെറുമുറിന്റെ ടേസ്റ്റ് രുചിക്കാത്ത ആരുമുണ്ടാവില്ല. കാസർഗോഡ് നിന്ന് മാത്രമല്ല കർണാടകയിൽ നിന്നും ഡെയിലി ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വരുന്നത്. റപ്പിച്ചാസിലെ ചെറുമുറിയും അവിൽ മിൽക്കും സൂപ്പും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യാത്തവർക്ക് തീരാ നഷ്ടം തന്നെയായിരിക്കും. ദിവസവും രാവിലെ തൊട്ട് രാത്രി 3 മണി വരെ ആയിരക്കണക്കിന് ചെറുമുറിയും അവിൽ മിൽക്കുമാണ് ഇവിടെ വിൽക്കുന്നത്. റപ്പിച്ചാസിന്റെ ലൊക്കേഷൻ കാസർഗോഡ് ചെർക്കള ടൗണിൽ വന്ന് ആരോട് ചോദിച്ചാലും കാണിച്ചു തരും.